എന്തായി? ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായിന്നാ ചോദിച്ചേ? അതൊന്നറിയാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. അവിടെ എന്താ? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് പറഞ്ഞാ അമൃത എന്നെ വിളിച്ചിരുന്നല്ലോ. അവരെന്താ നിന്നോട് പറഞ്ഞേ? എന്തു പറയാൻ, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇക്കാര്യം എന്താ ആനന്ദ് എന്നെ അറിയിക്കാതിരുന്നേ? ഞാനത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോഴറിഞ്ഞ. ഓക്കെ, അറിഞ്ഞു. അപ്പൊ എന്താ ചെയ്യണ്ടേ? വന്ന ഉടനെ തന്നെ എന്നോട് പറയണ്ടേ? ഞാനത് പറയാനായിട്ടാ വന്നേ. എന്നിട്ട് പറയാതിരുന്ന എന്താന്നാ ചോദിച്ചേ? ഇനിയും എന്നോട് പറയാത്ത വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താ ഇത്? എന്തിനാ നീ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ചോദിച്ചോണ്ട് സ്വൈര്യം കെടുത്തുന്നേ? നിനക്കൊരു പ്രോബ്ലം ഇല്ല ഡോക്ടേഴ്സ് പല പ്രാവശ്യം പറഞ്ഞാലും നീ എന്താ അത് വിശ്വസിക്കാത്തെ? ആനന്ദ്, ഇതൊക്കെ താങ്ങാവുന്നതിനേക്കാൾ കൂടുതലാ. നീ അതൊന്നും മനസ്സിലാക്കാമേ. എന്റെ ബോളാ, അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു തരണം. തന്നില്ലെങ്കിലോ? നല്ല ഇടി കിട്ടും. ആരിടിക്കുമെന്ന്? ഇയാളോ? ഞാൻ ഡിങ്കനാ. ആര്? ഞാൻ ഇടിച്ച എല്ലാരും ചത്തുപോവും. അതുകൊണ്ട് ഞാൻ ആരെയും ഇടിക്കില്ല. വെറുതെ ഒന്ന് വരട്ടും, അത്രേ ഉള്ളൂ. ആ ബോളിങ് താ. നീ ഡിങ്കനാണെങ്കിലേ ഞാൻ മായാവിയാ. ആണോ? അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? കുട്ടൂസനെ പേടിച്ചിട്ട്. അയ്യോ, അവരൊക്കെ വരും ഇവിടെ. ലുട്ടാപ്പി ഇപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പൊ രാജുവും രാധയോ? രാജുവും രാധയല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്തിനാ ഇവിടെ കിടക്കുന്നത്? സുഖമില്ലാത്തോണ്ട്. മായാവിക്ക് അസുഖമൊക്കെ വരൂ? മായാവിക്ക് അസുഖം വരില്ലേ? അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഞാൻ മായാവി എന്നുള്ള കാര്യം ആരോടും പറയരുത് കേട്ടോ. കുട്ടൂസൻ ഡാഗിനി എന്നെ പിടിച്ചോണ്ട് പോകും. ഒരിക്കലും പറയില്ല. ആ എന്നാ ഡിങ്ങിനിങ് വാ, ഭാഗത്തോട്ട് വാ. ഒരു കാര്യം ചോദിക്കട്ടെ. ഡിങ്ങിനെ ഇവിടെ ഇരുന്നേ. അപ്പൊ ഞാൻ ഡിങ്കനാണെന്ന് വിശ്വസിച്ചല്ലേ? ഇയാള് ഡിങ്കനാന്ന് കണ്ടാൽ തന്നെ അറിയാലോ. പക്ഷെ എന്റെ കൂട്ടുകാരൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. ആണോ? ഞാൻ വിശ്വസിച്ചു. അതുപോലെ അല്ല, കുട്ടൂസന്റെയും ഡാഗിനിയുടെയും പുതിയ പരിപാടി എന്താ? ഓ, കുട്ടൂസന്റെയും ഡാഗിനിയുടെ ഒക്കെ പരിപാടി പറയാൻ നിന്ന കുറെ ഉണ്ട്. പറഞ്ഞു, ഞാൻ കേൾക്കാം. എനിക്കിതൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടാ. കുട്ടൂസനും ഡാഗിനിയും കൂടെ ഒരു ദിവസം ഇപ്പൊ ഇത്രേ ഉള്ളൂ. അയ്യോ, അമ്മ ഇപ്പൊ വന്നു കാണും. ഞാൻ പോട്ടെ, നാളെ ഒന്ന് ബാക്കി കേൾക്കാം. ഡിങ്കൻ അവിടെ നിന്നേ. ഡിങ്കന് ഒരു സാധനം തരാം. ഇത് മായാവി ഡിങ്കന് തരുന്ന സമ്മാന. ആരെയും കാണിക്കാതെ ഡിങ്കന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി പോവാ, വാ. ടാറ്റ. മോനെ, മോന്റെ ശരിക്കുള്ള പേരെന്താ? അത് എന്നെ ഡിങ്കൻ എന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. നാളെ വരാം കേട്ടോ.
നീ എന്താ കരയാ? എന്താ അബി ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ കൺഫ്യൂസ്ഡ് ആനന്ദ്. എന്തിന്? എന്താ നിന്റെ പ്രോബ്ലം? എന്താണെങ്കിലും എന്നോട് പറ. ആനന്ദ് എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അത്രയ്ക്ക് എനിക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ. സത്യം, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള അവസാന ശ്രമം ഇത്. ഇതും കൂടി പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അബി, നീ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ വരാൻ പോകുന്ന ആ കുഞ്ഞിനെ കുറിച്ച്. ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ജീവിതം, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെനിക്ക് നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ? അബി, നീ എന്നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എനിക്കാരാ ഉള്ളേ? ഒരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ഒരു നല്ല ഭാര്യയാവുന്നത്? ഞാൻ എന്നും ആനന്ദിനൊരു ബേർഡനാ. അല്ലാതെ എന്നെ കൊണ്ട് എന്താ ഗുണം? പറഞ്ഞതല്ലേ ഞാൻ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കരുതെന്ന്. അപ്പോ ആത്മവിശ്വാസം തന്നു എന്നെ എഴുന്നേറ്റ് നടത്തിച്ചു. അത് വേണ്ടിയിരുന്നോ? അവിടെ ആ കിടപ്പ് കിടന്ന് എന്നെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനുമായി സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടായിരുന്നു. എന്തിനാ ആ മഹാഭാഗ്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയത്? ഒന്നിനും കഴിവില്ലാത്തൊരു പെണ്ണാ ഞാൻ. ശാപം കിട്ടിയ ഒരു ജന്മം. അബി, എനിക്ക് ആദ്യം വരുത്തരുന്നത്. എനിക്കാ. ഞാനല്ലേ ആദ്യം പറഞ്ഞ? അല്ല, ഞാനാ. നീ നുണ പറയല്ലേ? നീയാ നുണ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വഴക്കൂടിയ രണ്ടുപേർക്കും തരില്ല. അച്ഛാ, എനിക്ക് ഒരു കയ്യേ ഉള്ളൂ. നിങ്ങളുടെ അമ്മയെ സമ്മതിക്കണം. എന്നെ അടിക്കല്ലേ? എങ്ങനെയാ നിങ്ങൾ സഹിക്കുന്നാവോ? നിർത്താൻ. അധികം വഴക്കുണ്ടാക്കിയ ഞാനിവിടെ വച്ചിട്ട് പോട്ടോ. പിന്നെ രണ്ടുപേരും ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ആ മോളാ ഫോണിങ്ങെടുത്തേ. വീട് നീ എടുക്ക്. നീ എടുക്ക. ആ ഇത് കഴിക്ക്. കഴിക്ക്. ആ നീയായിരുന്നു. എന്തായി അവിടുത്തെ കാര്യങ്ങള്? ആ ഓപ്പറേഷൻ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ആ കറക്റ്റ് വിവരങ്ങൾ കിട്ടാൻ ഇനിയും വൈകും. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഹോ, നിന്റെ മക്കളെ മേച്ച് മേച്ച് ഞാൻ മടുത്തു. ഇവരെന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. ഇതൊക്കെ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചോണ്ടിരുന്നതാ. കൊറേയൊക്കെ നിങ്ങൾ സഹിക്കും. ബാലാമണി എവിടെയാ? അവള് കരഞ്ഞും പ്രാർത്ഥിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. കാണുമ്പോ സങ്കടം വരും. പിന്നെ അതും ഇതുമൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ആശ്വസിപ്പിക്കും. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് ഡിസ്ചാർജ് ആവാൻ സാധ്യതയുണ്ട്. ഒരാഴ്ചയോ? ദേ ഇടയ്ക്ക് നീ ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോട്ടോ. അല്ലെങ്കിലേ ഈ പിള്ളേരെന്നെ കൊല്ലും.
ഓ വീണ്ടും അടി തുടങ്ങി. ശരി ഞാൻ വയ്ക്കട്ടെ. മക്കളെ ഒന്ന് നിർത്ത്. നിർത്താൻ. മോന് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ. എന്നിട്ട് മോന്റെ കൂട്ടുകാരെ ഒക്കെ കാണാം. മോന്റെ അസുഖം മാറിയെന്ന് എല്ലാരോടും പറയണോട്ടോ. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ലമ്മേ. അവിടുത്തെ കൂട്ടുകാരെക്കാളും നല്ലൊരു കൂട്ടുകാരനെ എനിക്കിവിടുന്ന് കിട്ടി. അതേതാടാ ഞാനറിയാത്തൊരു പുതിയ കൂട്ടുകാരൻ? എന്താ അവന്റെ പേര്? അയ്യോ അവനൊന്നും വിളിക്കാൻ പാടില്ലമ്മേ. പിന്നെ എന്റെ കൂട്ടുകാരനെ മീശയ്ക്കുള്ള വലിയൊരാളാ. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തിനാടാ നീ എന്നോട് കള്ളം പറയുന്നേ? അവന്റെ ഒരു കൂട്ടുകാരൻ. കള്ളൊന്നും അല്ലമ്മേ, സത്യം ഞാൻ പറയണേ. ഉം, അവിടുത്തെ ആ ഇടനാഴിയില്ലേ, ഉം. അതിനപ്പുറത്തെ എന്റെ കൂട്ടുകാരന്റെ റൂം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാണും. ഒരുപാട് കഥകളൊക്കെ അറിയാം. എന്റെ കൂട്ടുകാരനെ ഡാഗിനെയും മായാവിയും ലുട്ടാപ്പിയും ഒക്കെ പരിചയമുണ്ട്. അവരൊക്കെ അയാളെ കാണാൻ വരാറുണ്ടത്രേ. എനിക്കും പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലുട്ടാപ്പിയെ പരിചയപ്പെട്ടാ മതി. ആ ശൂലം കിട്ടിയാ പിന്നെ നമുക്കത് ഇരുന്ന് വീട്ടിൽ പോവാല്ലോ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഒരു മായാവിയും ലുട്ടാപ്പിയും. നിന്റെ ഓരോരോ പൊട്ടത്തരങ്ങളല്ലാതെ ദാ ഈ മരുന്ന് കുടിക്ക. ദാ അമ്മയ്ക്ക് ഞാൻ എന്റെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോ അമ്മയ്ക്ക് മനസ്സിലാവും മോൻ പറഞ്ഞത് സത്യാന്ന്. എന്നാ നീ പരിചയപ്പെടുത്തിത്താ. എന്നിട്ട് നിന്റെ കൂട്ടുകാരൻ പറയുന്നത് അപ്പം ഞാൻ വിശ്വസിക്കാം. പോരെ? കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത പ്രോബ്ലം ഉണ്ടാക്കി എല്ലാവളെ അറിയിക്കരുത്. അതെനിക്ക് പറയാനുള്ളൂ. ഹരിയേട്ടാ ഞാൻ പിന്നെ എടാ, നീ എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ആ നിമിഷം അത് നീ മറന്നിട്ടില്ലല്ലോ. നിന്നെ സഹായിക്കാമെന്ന് വെച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇങ്ങനെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്താൽ മാറി നിന്നാൽ മതിയായിരുന്നു. ഏട്ടാ ഞാൻ ഒരിക്കലും ഏട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല. നിന്റെ ഈ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അതാ ഞാൻ പറഞ്ഞേ. ഇല്ലേട്ടാ, നിങ്ങൾ ചെയ്ത സഹായം, ആ സഹായം മറ്റൊരു ഡോക്ടറും ഒരു പേഷ്യന്റിന് വേണ്ടി ചെയ്യാത്തത് തന്നെയാ. എടാ, നിന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിന്റെ ഈ ഒറ്റപ്പെടൽ തന്നെ. ഞാനൊന്ന് സജസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും നീ ഇപ്പം നാട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ഫാമിലി ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചൂടെ? ഒരുപാടൊന്നും നീ പറഞ്ഞിട്ടില്ലെങ്കിലും ആ വീടും അവിടുത്തെ ആളുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അഴകത്ത് വീട്, അതായിരുന്നു എൻ്റെ വീട്ടുപേര്. അമ്മ മരിച്ചതോടെ എൻ്റെ കുടുംബം അങ്ങ് ശിഥിലമായിപ്പോയി. എൻ്റെ ഏട്ടനും അനിയനും ഒന്നും എവിടെയാന്ന് പോലും ഇപ്പം എനിക്കറിയില്ല. ഇതിനിടയിൽ നീ അവരൊന്ന് കണ്ടെത്താൻ ശ്രമിക്കേ. അതിന് സാധിച്ചാൽ അഭിരാമിക്ക് അതൊരു വലിയ ആശ്വാസവും. അബി അവളുടേതായ രീതിയിൽ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ബാലാമണിയെ കണ്ടെത്താൻ. അവർ തമ്മിൽ കാണുകയോ ഇതറിയുകയോ ഒക്കെ ചെയ്ത എന്നോ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ഇന്ന് തന്നെ നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അഭിരാമിയും ബാലാമണിയും തമ്മിൽ കണ്ടെന്ന് വെച്ചിട്ട് ഈ രഹസ്യങ്ങളൊന്നും അവർ പരസ്പരം മനസ്സിലാക്കണമെന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നതെന്ന് ബാലാമണിക്കറിയില്ല. ആ സറോഗേറ്റ് മദർ ആരാണെന്ന് അഭിരാമിക്കും അറിയില്ല. പിന്നെന്താണോ പ്രശ്നം? എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ എവിടെയെങ്കിലും വെച്ച് കൈമോശം വരാറുണ്ടല്ലോ. ഇവിടെ അത് സംഭവിച്ചാലോ? ബൈസ്റ്റാൻഡർ ആരാ ഉള്ളത്? ഒരു പയ്യനുണ്ട്, അവൻ പുറത്തോട്ട് പോയിരിക്കുക. വരുമ്പോ ഈ ഇഞ്ചക്ഷന്റെ മരുന്ന് മേടിച്ചു വെക്കാൻ പറയണം.
ദാ ഈ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റർ, ഒരു അപ്പുറത്തെ കുട്ടി ഇന്ന് വന്നിരുന്നോ? ഏതു കുട്ടി? അത് അവൻ്റെ പേര് ഡിങ്കൻ. ഡിങ്കനോ? ആ, അവൻ്റെ പേര് മറ്റെന്തോ ആണ്, പക്ഷെ ഡിങ്കൻ എന്ന് വിളിക്കുന്ന അവനിഷ്ടം. ഭയങ്കര കുസൃതിയാ. ഇന്നലെ ഈ സമയത്ത് സിസ്റ്റർ വരുമ്പോൾ അവനിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനാരും കണ്ടില്ലല്ലോ. ആ അവൻ പോയതിനു ശേഷം ട്രിപ്പ് ഇട്ടത്. അതാ സിസ്റ്റർ കാണാത്തത്. നിങ്ങൾക്ക് വേറെ ആരുമില്ലേ? ഭാര്യയും മക്കളൊന്നും ഇല്ലെന്നാ ചോദിച്ചത്. ഉണ്ടാവാൻ വഴിയില്ല. വീട്ടുകാരോട് ഉത്തരവാദിത്തമുള്ളവരൊന്നും ഇങ്ങനെ കുടിച്ചു നശിക്കില്ലല്ലോ. വാ അമ്മേ, മാധവ, ഒന്ന് വേഗം വാ അമ്മേ. എടാ, ഇങ്ങോട്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കാണാൻ പറ്റില്ല. എനിക്ക് തിരക്കുള്ള എടാ, ആളാ. അവിടെ നിൽക്കേ. നീ എന്നെ എങ്ങോട്ടേ കൊണ്ടുപോണേ? എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക്. ആരെ കാണുന്ന കാര്യം നീ പറയുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം. കുട്ടൂസിനെയും ഡാഗിനെയൊക്കെ പരിചയമുള്ള ഒരു കൂട്ടുകാരൻ. നമ്മൾ ആ കൂട്ടുകാരനെ കാണാൻ പോവാ. വേഗം വാ. ഇതാണോ കാര്യം? നമ്മൾ ചെല്ലുന്ന കാര്യം നീ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ കാണുന്നത് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. കൂട്ടുകാരനെ കാണുമ്പോഴേ കുട്ടൂസിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം. എണീച്ചു വാ അമ്മേ. ഇവനെ കൊണ്ട് തോറ്റു. പിടിക്ക്. അമ്മക്ക് എണീക്കാനൊന്നും വയ്യ. എവിടെയാ? വാ. ഇതാ അമ്മ എന്റെ കൂട്ടുകാരന്റെ മുറി. ആണോ? എന്നാ നീ നിന്റെ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു നോക്ക്. കൂട്ടുകാരാ, കൂട്ടുകാരാ, ഡിങ്കനാ, വാതില് തുറക്ക്. അകത്തുണ്ടാവും. എന്നാ ശരി, നീ തുറക്ക്. നീയല്ലേ പറഞ്ഞത് കൂട്ടുകാരന്റെ മുറി ഇതാണെന്ന്? എന്നിട്ട് ഇവിടെ ആരെയും കാണാനൊന്നുമില്ലല്ലോ. ഇന്നലെ ഇവിടെ ഇരുന്ന കൂട്ടുകാരൻ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പൊ എവിടെ പോയി? കാണാനില്ലല്ലോ. ചിലപ്പോ അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. വീട്ടിൽ പോയതാണെങ്കിൽ കൂട്ടുകാരൻ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഷോ, ഇനിയിപ്പോ മായാവി എന്ത് ചെയ്യും? കുട്ടൂസിനെ ഞാൻ എങ്ങനെ ഒന്ന് കാണും? എടാ, നിനക്ക് മായാവിയും കുട്ടൂസനെ ഒന്ന് കണ്ടാ പോരെ? അത് ഞാൻ കാണിച്ചു തരാം. വാ പോവാം. അവൻ്റെ ഒരു കൂട്ടുകാരനും ലുട്ടാപ്പി. അവരുടെ കാര്യത്തിൽ ഹരിയേട്ടൻ എന്താ പറയുന്നേ? എന്നത്തേക്കാ ഡിസ്ചാർജ് ഉണ്ടാവുക? അത് മിക്കവാറും നാളെയോ മറ്റന്നാളോ അവർക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുന്നത് കേട്ടു. അതെങ്ങനെയാ ശരിയാവുക? നടക്കില്ല, അത് വേണ്ട. അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് നിനക്കെന്താ പ്രശ്നം? ഇത്ര കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. അവര് അവിടെ തനിച്ചല്ലല്ലോ, അവരുടെ കൂടെ ആ കുട്ടിയില്ലേ? അതിനെന്താ? ഹരിയേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൻ മഹാവികൃതിയാ. അവന് അവന്റെ അമ്മയോട് സ്നേഹം കൂടുമ്പോ ദേഹത്ത് ചാടി കയറി കുത്തിമറിയും. അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. എന്താ അല്ലേ? അതെ. അപ്പോ നമ്മുടെ കുഞ്ഞിന്റെ കാര്യോ? ഏറ്റവും കൂടുതൽ കെയറിങ് വേണ്ട സമയം ഇത്. ആ കുട്ടിയെ അവരെയും കൂടി ആ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന പ്രാക്ടിക്കൽ അല്ല. അവരെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കരുത്. അബി, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാ കഴിയുന്നേ? നീ ഒരു ഡോക്ടർ അല്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം സെൽഫിഷ് തന്നെയാ. ഒരു കുഴപ്പം കൂടാതെ എനിക്കവനെ കിട്ടണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. മറ്റൊന്നും ആരും എനിക്കൊരു പ്രശ്നമേ അല്ല. ആ കുഞ്ഞിനെ കിട്ടിയാലേ എനിക്കൊരു ജീവിതമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും തോറ്റുപോകും. വേഗം ഹരിയേട്ടനെ വിളിക്ക. ബാക്കിയൊക്കെ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞോളാം. ഇനിയും നിങ്ങൾ മദ്യപിച്ച് ഈ അവസ്ഥയിലാവുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരരുത്.
അല്ല, വരാൻ നിങ്ങൾക്കാവുമെന്ന് സംശയ. ആ കണ്ടീഷനിലാണ് നിങ്ങളുടെ അവസ്ഥ. എന്തിനാടോ ഇങ്ങനെ നശിക്കുന്നേ? തന്നെ കണ്ടിട്ടൊരു നല്ല കുടുംബത്തിൽ പിറന്ന ആളാണെന്ന് തോന്നുന്നു. ഈ മദ്യപിച്ച് നടക്കുന്നതിന് പകരം മദ്യമില്ലാത്തൊരു നല്ല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേ. ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കല്ലേ ജീവിക്കാൻ കൊതിയുണ്ടാവും. എനിക്കതില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ ഇങ്ങനെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. എടോ, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാടോ ഉള്ളേ? എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ അതിൽ നിന്നൊന്നും ഒളിച്ചോടുകയല്ല വേണ്ടേ, പൊരുതി ജയിക്കുക. പൊരുന്തോറും തോറ്റു പോവുകയാണെങ്കിൽ പിന്നെന്ത് ചെയ്യും? എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്?